നമ്മുടെ റെസിപ്പി ചിക്കൻ പക്കോടയുടെ റെസിപ്പിയാണ്. നമ്മളെല്ലാവരും ചിക്കൻ എപ്പോഴും വീട്ടിൽ ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. ഇതൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ല രസമാണ്. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. അപ്പം അതിന് വേണ്ടി മെയിൻ ആയിട്ട് വേണ്ടത് ചിക്കൻ. ഇത് ഞാനൊരു പകുതി ചിക്കൻ ഉണ്ട്, ഏകദേശം 600 ഗ്രാം 650 ഗ്രാം വരും ഈ ചിക്കന്. പിന്നെ വേണ്ടത് അരിപ്പൊടി, കോൺഫ്ലോർ, പിന്നെ ഇതൊരു പക്കോട ആയതുകൊണ്ട് ഇതിന് വേണ്ടത് കടലപ്പൊടിയാണ്. പിന്നെ കുറച്ച് കടലപ്പൊടി, പിന്നെ ഒരു മുട്ട, ലെമൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണം, പിന്നെ കുറച്ച് മുളക് പൊടി വേണം. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ പക്കോടക്ക് നല്ല റെഡ് കളർ കിട്ടും. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് പച്ചമുളക് ഇതുപോലെ നെടുകെ കീറി എടുത്തിട്ടുണ്ട്, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ. അപ്പൊ നമുക്ക് ആദ്യം ഇതെല്ലാം ഉപയോഗിച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു ബൗളിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന്റെ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കനെ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ട ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുരു ഇതിലേക്ക് വീഴാതെ നോക്കണം. നമുക്കിതിനെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിത് ഏകദേശം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളം ഒഴിക്കരുത്. ഇത് ഡ്രൈ ആയിട്ടാണ് വരുന്നതെങ്കിൽ മുട്ട ചേർത്തിട്ട് ഇതിന്റെ വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആക്കിയാൽ മതി. ഒരു 650 ഗ്രാം ചിക്കൻക്ക് ഒരു മുട്ട തന്നെ മതിയാവും. അപ്പൊ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇതിനൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ ഉപ്പൊക്കെ പാകണം. നമുക്കിതൊരു 10 മിനിറ്റ്
നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറിന് മാറ്റി വെക്കണം. ഇപ്പൊ ഞാനിവിടെ ചിക്കന് മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ എന്റെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കന്റെ പീസുകൾ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എണ്ണ ഒന്ന് ചൂടായോന്നൊന്ന് നോക്കാം. ഇപ്പൊ എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോ പീസ് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത്, ഇതുപോലെ ഓരോരോ പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ കുറേശ്ശെ ചിക്കൻ ഇട്ടിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ അതേപോലെ നല്ല റെഡ് കളർ കിട്ടണമെങ്കിൽ കുറച്ച് റെഡ് കളറ് മസാല തേക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അതുപോലെ നമുക്ക് ബാക്കി വരുന്നിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് വറുത്ത് പോരാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പക്കോട ഫുള്ളും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും റെഡ് കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഇത് നല്ലൊരു കളർ ഉണ്ട് കാണാൻ നമുക്ക്. ഇതിനൊരു പ്രത്യേകിച്ച് ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത്തിരി കറിവേപ്പില പച്ചമുളകും കൂടെ ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം.
ഈ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വേറെ പാത്രത്തേക്ക് മാറ്റുന്നത്. നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ നേരെ ആ ചിക്കൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അപ്പം അതോടുകൂടെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അതോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.